ഇപ്പോൾ പ്രഭാവതി അമ്മയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് ആദരമൊരുക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ടർ അജി കുഞ്ഞുമോൻ ഇവിടെയുണ്ട്. അജി, വിവരങ്ങൾ പറയൂ. അഭിമാന മുഹൂർത്തമാണ്. ഇപ്പൊ പ്രഭാവതി അമ്മയും മോട്ടുവും, അതായത് മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണമാണ് മോട്ടുവാനുവിനെ അറിയാം. നമുക്ക് മോട്ടുവിനോട് തന്നെ ചോദിക്കാം. മോട്ടു, പ്രഭാവതി അമ്മയെ ആദരിക്കാൻ വേണ്ടി വന്നതാണോ? ആദരിക്കാൻ വേണ്ടി വന്നതാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇപ്പൊ മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ പരിപാടിയായിട്ട് ഇപ്പൊ നമ്മുടെ പിറകോസ് നടക്കുന്ന നമ്മുടെ പെഡസ്ട്രിയന്റെ ബോധവൽക്കരണം വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ സംഭവം അറിഞ്ഞത്. അത് അറിഞ്ഞ മുതൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തുകയായിരുന്നു. ഈ കയ്യിലൊരു ഗത ഉണ്ടല്ലോ, ഗത എന്തിനാ? ആ ഗത നമ്മുടെ നിയമം പാലിക്കാതെ വരുന്നവർക്ക് മോട്ടിന് ഈ ഗത കൊണ്ടുള്ള ഒരു അടിയാണ്. നിയമം പാലിക്കുന്നവർക്ക് മോട്ടിന് മുട്ടായ ഉണ്ട്, നല്ല മുട്ടായ. അതെ, പ്രഭാവതി അമ്മയോട് ചോദിക്കുകയാണ്. അത് ഇത് മോട്ടോർ വാഹന വകുപ്പ് ബ്രാൻഡ് അംബാസിഡർ ആക്കിയിട്ടുണ്ട്. അവര് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല. ഞാൻ പത്രത്തിൽ കണ്ടപ്പോൾ എല്ലാവരും എന്നെ വിളിച്ചു ചോദിക്കാണ് ഇപ്പോൾ എല്ലാം രക്ഷപ്പെട്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിട്ടില്ല, പണ്ട് പ്രതീക്ഷിച്ചില്ല, എപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് എനിക്ക് ഏറ്റവും വലിയ അതാണ് എൻ്റെ അവാർഡ്. വീണ്ടും അമ്മ ഈ ഫുട്പാത്തിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അവരെല്ലാം പിടിക്കുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ പറയുന്നത് അമ്മ ഓവർ ആവുകയാണെന്ന്. സോഷ്യൽ മീഡിയ അതെന്താ അറിയോ, ഞാൻ ഇന്നലെ ഒരു വെള്ളം കുടിച്ചില്ല രാവിലെ മുതൽ. നിങ്ങൾക്കറിയാലോ, ഉച്ചക്ക് അപ്പോൾ ഒരു ബ്ലോഗർ വന്നു. എനിക്കറിയില്ല അവൻ ബ്ലോഗറാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് വെള്ളത്തിൽ ഇതായിട്ട് യാതൊരു. അപ്പോൾ ഇവൻ പറഞ്ഞു ഇവിടുന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എനിക്ക് അവർ ജ്യൂസ് ഞാൻ തന്നെ വാങ്ങിയത്. അവൻ കടക്കാരൻ പൈസ വാങ്ങില്ല, കാരണം ഞാൻ ഉള്ളപ്പോൾ കൊടുക്കാറാണ് പൈസ. ആ ജ്യൂസ് കടക്കാരൻ നമ്മളെ സ്വന്തം കുട്ടികളല്ലേ. അപ്പോൾ ഞാൻ അവിടുന്ന് ജ്യൂസ് കുടിക്കുമ്പോഴാണ് ഒരു വണ്ടിക്കാരൻ പോകുന്നത്. അപ്പോൾ ഞാൻ അയാളോട് പറയുന്നത് ഇങ്ങനെ ശരിയല്ലല്ലോ ചെയ്യുന്നത്, നിങ്ങളിത് കണ്ടില്ല, ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് പിന്നെയും. അപ്പോൾ ഒരു പയ്യൻ വേഗം എന്നോട് സോറി പറഞ്ഞു. ഞാൻ കയറിപ്പോയി, ഞാൻ പോക്കോട്ടെ തന്നെ. മറ്റേ ആൾ വളരെ തർക്കത്തിൽ അവിടെ നിന്നു. അത് തന്നെയാണ് സംഭവം. അതല്ലാണ്ട് വേറെ ഞാൻ വൈറലാവാൻ വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടില്ല. നമുക്ക് ഒരു നല്ല ബോധവൽക്കരണം കൊടുത്ത് നമുക്ക് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. നമുക്ക് മോട്ടു, പിന്നെ ഈ കേരളത്തിൽ എല്ലായിടത്തും നമ്മളിപ്പോ ഇരിക്കുന്ന ഫുട്പാത്തില്ലേ, ഈ ഫുട്പാത്ത്, സീബ്ര ലൈന്, ഇതിലെ കൂടെ എല്ലാ സീബ്ര ലൈനിൽ ആളുകൾ വണ്ടി നിർത്താറില്ല, ഫുട്പാത്തിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോവാ. അപ്പൊ അവർക്ക് കടുത്ത ശിക്ഷ മോട്ട് കൊടുക്കൂ. ഇപ്പൊ ആദ്യം നമുക്ക് ഒരു സ്നേഹം കൊണ്ടുള്ള തലോട കൊടുക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കുറച്ച് നല്ല ശിക്ഷ എന്നല്ല, നല്ല ഒരു പിഴ കൊടുക്കാം, ശ്രമിക്കാം. മോട്ടു ഇന്ന് കോഴിക്കോട് ഉണ്ടോ? ഇന്ന് കോഴിക്കോടുണ്ട്. ഇന്ന് കോഴിക്കോട് ഉണ്ട്. കുറച്ച് ബോധവൽക്കരണ പരിപാടിയായിട്ട് ഇവിടെ തന്നെ കാണും, പലരും കാണും. അതെ, എന്തായാലും മോട്ടു എത്തിക്കഴിഞ്ഞു. അങ്ങനെ കോഴിക്കോട് ഫുട്പാത്തിൽ അടക്കം നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തു നിന്നാണ് മോട്ടു വന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ആദരവാണ് നൽകുന്നത്. നമുക്കിപ്പോൾ കാണാം, ഈ സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ഈ അട്മയെ തടഞ്ഞത്. ഈ വഴിയിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം അമ്മ ഈ സ്കൂട്ടർ യാത്രക്കാരനെ തടഞ്ഞത്. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് ഇപ്പോൾ മോട്ടുവും ഈ അമ്മയും പ്രഭാവതി അമ്മയും തമ്മിൽ ബോധവൽക്കരണം നടത്തുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഏതായാലും ഇന്ന് മാനാഞ്ചിറ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബോധവൽക്കരണം നടത്താനാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് കോഴിക്കോട് ബൈപ്പാസ് ആണ്. അപ്പോൾ ഈ ബൈപ്പാസിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം, എരിഞ്ഞപ്പാലത്ത് ഈ ബൈപ്പാസിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം വലിയ തിരക്കുകളൊക്കെ. ശരി അജി, എന്തായാലും കുറച്ച് ഓവർ ആയാലേ ജനങ്ങൾ ഈ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കുകയുള്ളൂ. അപ്പൊ ഒരു നല്ല കാര്യത്തിനായി പ്രഭാവതി അമ്മ കുറച്ച് ഓവർ ആയാലും കുഴപ്പമൊന്നുമില്ല. മോട്ടുവിനും എല്ലാ ആശംസകളും. ഒരു കയ്യിൽ മുട്ടായുണ്ട്, ഒരു കയ്യിൽ ഗതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.